ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരിയുടെ ഐതിഹ്യ കഥകളിലെ നമ്പൂതിരിയും കൊള്ളക്കാരും എന്ന കഥയാണ് ഞാനിന്ന് വായിക്കുന്നത്. വടക്കേ മലബാറിൽ ഒരു പ്രദേശത്ത് രണ്ടും നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. ആ ഇല്ലങ്ങൾ രണ്ടും തമ്മിൽ 1/2 കിലോമീറ്റർ അകലമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. രണ്ടില്ലങ്ങൾക്കുമിടയിൽ കാട് പിടിച്ച ഒരു മല ഉണ്ടായത് രണ്ടില്ലക്കാർക്കും ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടിരുന്നു. ഇല്ലങ്ങളിലേക്ക് പരസ്പരം എത്തിച്ചേരാൻ രണ്ട് ഭാഗത്തുള്ളവർക്കും കുത്തനെയുള്ള മല കയറി ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. രണ്ടില്ലങ്ങളിലുമുള്ള നമ്പൂതിരിമാർ പരസ്പരം പൂർണ്ണ സഹകരണമുള്ളവരായിരുന്നു. ശ്രാദ്ധ കർമാദികൾക്കും മറ്റ് വിശേഷ അവസരങ്ങളിലുമെല്ലാം അവർ സഹകരിക്കുക പതിവായിരുന്നു. ഒരു ദിവസം കിഴക്കേ ഇല്ലത്തുള്ള പ്രായം ചെന്ന ഒരു നമ്പൂതിരി പടിഞ്ഞാറേ ഇല്ലത്തേക്ക് ശ്രാദ്ധമുണ്ണുന്നതിനായി വെളുപ്പാൻ കാലത്ത് മല കയറിപ്പോന്നു. പടിഞ്ഞാറേ ഇല്ലത്ത് വന്ന് കുളിച്ച് ശ്രാദ്ധമൂണും കഴിഞ്ഞ് അവിടെ ഇരുന്ന് അദ്ദേഹം അവിടുത്തെ നമ്പൂതിരിയുമായി വെടിവട്ടത്തിലേർപ്പെട്ടും ചതുരംഗം കളിച്ചും സമയം പോയതറിഞ്ഞില്ല. നേരം സന്ധ്യയോടടുത്തു. ശ്രാദ്ധമുണ്ണാൻ വന്ന കിഴക്കേ ഇല്ലത്തെ നമ്പൂതിരി തൻ്റെ ഇല്ലത്തേക്ക് പോകാൻ ധൃതിപ്പെട്ടു. കളിയും വർത്തമാനവും നിർത്തി എഴുന്നേറ്റു. ഉടനെ അവിടെയുള്ളവർ അദ്ദേഹത്തോട് പല പ്രാവശ്യവും പറഞ്ഞു, നേരം സന്ധ്യയായില്ലേ, അങ്ങിനി പോകാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ അടുത്തുള്ളതാണ് മലയെങ്കിലും കൊള്ളക്കാരുടെ ശല്യം ഏറെ ഉണ്ടെന്നറിയാമല്ലോ. ഏയ്, അതൊന്നും സാരമുള്ള കാര്യമല്ല. ഇന്നെനിക്ക് ഇല്ലത്തെത്തിയിട്ട് വേണ്ടതിലധികം ആവശ്യങ്ങളുണ്ട്. തടസ്സങ്ങളൊന്നും പറയണ്ട, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കൂടെയും കക്ഷത്തിൽ വെച്ച് നമ്പൂതിരി യാത്രയായി പോയി. നമ്പൂതിരി പോയി കഴിഞ്ഞപ്പോൾ പടിഞ്ഞാറേ ഇല്ലത്തുള്ളവർക്കെല്ലാവർക്കും വളരെ വിഷമം തോന്നി. എങ്ങനെയും നിർബന്ധിച്ച് ഇന്ന് അദ്ദേഹത്തെ ഇവിടെ താമസിപ്പിക്കാമായിരുന്നു എന്നവർ ഓരോരുത്തരും തമ്മിൽ പറഞ്ഞു. നമ്പൂതിരി മലമുകളിലെത്തിയപ്പോൾ ഇരുട്ട് നല്ലപോലെ പരന്നു കഴിഞ്ഞു. ഇരുട്ടിനെ കീറി മുറിച്ച് അതിവേഗം നടക്കുന്ന നമ്പൂതിരിയുടെ മുന്നിൽ അപരിചിതനായ ഒരാൾ വന്നു നിന്നു. ആ ആളെ കണ്ടില്ലെന്ന് നടിച്ച് വീണ്ടും നമ്പൂതിരി നടക്കാൻ തുടങ്ങിയപ്പോൾ 2 പേർ പ്രത്യക്ഷപ്പെട്ടു. അതികായന്മാരായിരുന്നു അവർ 3 പേരും. നമ്പൂതിരിയാവട്ടെ കൃശഗാത്രനും. കൊള്ളക്കാരായ അവർ 3 പേരും കൂടി നമ്പൂതിരിയെ വഴിമധ്യത്തിൽ തടഞ്ഞു നിർത്തി. നമ്പൂതിരിയുടെ മോതിര വിരലിന്മേൽ കിടന്നിരുന്ന 2 പവൻ തൂക്കമുള്ള കട്ടി സ്വർണ്ണ മോതിരം ഊരിത്തരണമെന്ന് അവർ നമ്പൂതിരിയോട് ആവശ്യപ്പെട്ടു. ഒട്ടും മടിക്കാതെ അനുസരണയോടെ മോതിരം ഊരി കൊള്ളക്കാർക്ക് കൊടുത്തിട്ട് ഇനി എന്നെ പോകാൻ അനുവദിക്കണം എന്ന് താഴ്മയായി അപേക്ഷിച്ചു. പക്ഷേ കൊള്ളക്കാർ നമ്പൂതിരിയെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. ഇവൻ നാളെ രാവിലെ പോലീസിൽ പരാതി കൊടുത്താൽ അത് നമുക്ക് ദോഷം ചെയ്യും. കയ്യോടെ കൊല്ലുകയാണ് നല്ലത്, അവർ പരസ്പരം പറഞ്ഞു. കൊല്ലാൻ തീരുമാനിച്ച വിവരം നമ്പൂതിരിയോട് കൊള്ളക്കാർ പറഞ്ഞപ്പോൾ മലയുടെ താഴ്വരയിലുള്ള നീർച്ചാലിലിറങ്ങി ഒന്ന് സന്ധ്യാവന്ദനം കഴിച്ചതിന് ശേഷമേ എന്നെ കൊല്ലാവൂ എന്ന് അദ്ദേഹം ആ കൊള്ളക്കാരോട് താഴ്മയായി വീണ്ടും അപേക്ഷിച്ചു. എന്തുകൊണ്ടെന്നറിയില്ല, നമ്പൂതിരിയുടെ 2ാമത്തെ അപേക്ഷ അവർ സ്വീകരിച്ചു. നമ്പൂതിരി താഴോട്ടിറങ്ങിയപ്പോൾ ആ 3 കൊള്ളക്കാരും കൂടിയിരുന്ന് കത്തി തേച്ച് മൂർച്ചപ്പെടുത്തുകയായിരുന്നു. നമ്പൂതിരി നീർച്ചാലിലിറങ്ങി കൈകാലുകൾ കഴുകിയതിനു ശേഷം കൈക്കുടന്നയിൽ വെള്ളമെടുത്ത് 1 തവണ സന്ധ്യാവന്ദനം ചെയ്തു. 2ാമതും അത് ആവർത്തിച്ചു. 3ാമത്തെ സന്ധ്യാവന്ദനം ഇഷ്ടദേവതയെ മുന്നിൽ കണ്ടുകൊണ്ടെന്ന പോലെ നിറഞ്ഞ പ്രാർത്ഥനയോടെ ചെയ്തു. കൈക്കുടന്നയിലെ വെള്ളം അദ്ദേഹം മേലോട്ടെറിഞ്ഞു. പെട്ടെന്ന് ഒരിടിമിന്നലും ശക്തിയായ ഒരിടിമുഴക്കവും ഉണ്ടായി. നമ്പൂതിരിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. പ്രാണഭീതിയോടെ അദ്ദേഹം മുകളിലേക്ക് തന്നെ കയറി. തന്നെ കൊല്ലാൻ തയ്യാറെടുത്ത് നിന്ന 3 കൊള്ളക്കാരും ചത്ത് നിലത്ത് മലർന്നടിച്ച് കിടക്കുന്നു. അവരുടെ വയറ് പൊട്ടി ചോര പ്രവഹിക്കുന്നു. അരണ്ട നിലാവെളിച്ചത്തിലും ആ കാഴ്ച നമ്പൂതിരി കണ്ടു. കൊള്ളക്കാരുടെ അടുത്ത് നിലത്ത് കിടന്നിരുന്ന തൻ്റെ മോതിരം അദ്ദേഹം കയ്യിലെടുത്തു. അവിടെ കിടന്നിരുന്ന കത്തികൾ നമ്പൂതിരി കണ്ടു. ഇഷ്ടദേവതയെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്പൂതിരി മനസമാധാനത്തോടെ ഇല്ലത്തേക്ക് പോന്നു.